നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കൽ. നോക്കാം വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ആരോപണ വിധേയയായ CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ED അന്വേഷണം തുടരും. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. മാസപ്പടി കേസിൽ പഴുതടച്ച അന്വേഷണത്തിന് ED ഡയറക്ടർ രാഹുൽ നവീൻ നിർദ്ദേശം നൽകി. തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് EDയുടെ തീരുമാനം. മാസപ്പടി കേസിൽ CMRLന് കനത്ത തിരിച്ചടി. കേസിൽ EDക്ക് അന്വേഷണം തുടരാമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ഷെഡ്യൂൾഡ് കുറ്റകൃത്യത്തെക്കുറിച്ച് FIR രജിസ്റ്റർ ചെയ്യാതെ EDക്ക് ECIR രജിസ്റ്റർ ചെയ്യാനാകില്ല എന്ന വാദമാണ് അപ്പീലിൽ CMRL ഉന്നയിച്ചത്. എന്നാൽ ഡിവിഷൻ ബെഞ്ച് ആ വാദം തള്ളി. ഷെഡ്യൂൾ പ്രകാരമുള്ള കുറ്റകൃത്യമില്ലെങ്കിലും EDക്ക് അന്വേഷണം നടത്താം. പരിശോധനകൾ നടത്താനും സമൻസ് അയക്കാനും നിയമ തടസ്സമില്ല. PMLA പ്രകാരമുള്ള സിവിൽ നടപടികളാകാം. EDയുടെ ECIR റദ്ദാക്കാൻ കഴിയില്ലെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കേസിന്റെ തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കേസിൽ പഴുതടച്ച അന്വേഷണത്തിന് ED ഡയറക്ടർ രാഹുൽ നവീൻ നിർദ്ദേശവും നൽകി. നിലവിൽ അന്വേഷണം തൃപ്തികരമെന്ന് ED ഡയറക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗം വിലയിരുത്തി. തുടർ നടപടികൾ വേഗത്തിലാക്കാനും നിർദ്ദേശമുണ്ട്. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട വിഷയവും ചർച്ചയായി. ഇതിനിടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ആദ്യം അറസ്റ്റിലായ 5 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 24 കൊച്ചി. പേഴ്സണൽ സ്റ്റാഫായി സഹോദരി ഭർത്താവിനെ നിയമിച്ചതിൽ ന്യായീകരണവുമായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിയമനത്തിൽ നിയമപരമായ തടസ്സമില്ലെന്നും ബെന്നി തോമസ് മാതൃകാപരമായ പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ് എന്നുമാണ് മന്ത്രിയുടെ വിശദീകരണം. ബന്ധുനിയമനത്തെ ന്യായീകരിച്ച മന്ത്രി K മുരളീധരനും രംഗത്തു വന്നു. DCC ജനറൽ സെക്രട്ടറിയും സഹോദരി ഭർത്താവുമായ ബെന്നി തോമസിനെ സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതാണ് വിവാദമായത്. വിഷയത്തിൽ ആദ്യമായാണ് മന്ത്രിയുടെ പ്രതികരണം. നിയമനത്തെ ന്യായീകരിച്ച മന്ത്രി ബെന്നി തോമസിന്റെ യോഗ്യതയും എടുത്തു പറഞ്ഞു. ബ്രദർ ലോ എന്നല്ല എൻ്റെ മാനദണ്ഡം. അദ്ദേഹം നല്ലൊരു പൊതുപ്രവർത്തകനാണ്. ഈ ഇലക്ഷനിൽ എൻ്റെ ചീഫ് ഏജന്റ് ആയിരുന്നു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തെ ഇങ്ങോട്ട് ശുപാർശ ചെയ്തു. അദ്ദേഹം തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 ടൈം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. കേരളത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ച പഞ്ചായത്ത് മെമ്പറാണ്. അവിടുത്തെ എല്ലാ പാർട്ടിക്കാരും ഉൾക്കൊള്ളുന്ന കോളേജ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, പാർട്ടി സെക്രട്ടറിയാണ്. നല്ല സത്യസന്ധനായ മാതൃകാ പൊതുപ്രവർത്തകനാണ്, എല്ലാവർക്കും അറിയാം. ബന്ധുനിയമനത്തിൽ സണ്ണി ജോസഫിനെ പിന്തുണച്ച് K മുരളീധരൻ. സണ്ണി ജോസഫിന്റെ ബന്ധുവാണെങ്കിൽ പോലും അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. അതിന് ആ നിലയ്ക്കാണ് ഇപ്പോൾ പിണറായി വിജയന്റെ ക്യാബിനറ്റിൽ റിയാസിനെ മന്ത്രിയാക്കിയാൽ ആരെങ്കിലും കുറ്റം പറഞ്ഞില്ലല്ലോ. റിയാസിനും ഒരു യുവജന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. നിയമന വിവാദം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പരിശോധിക്കുമെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശന്റെ പ്രതികരണം. അതിനിടെ സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ബന്ധുനിയമന വിവാദത്തിന് പിന്നാലെ സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ അപ്രത്യക്ഷമായി. മന്ത്രിമാരുടെ സ്റ്റാഫുകളിലേക്കുള്ള നിയമനം പുരോഗമിക്കുന്നതിനിടെയാണ് ഉത്തരവുകൾ ലഭ്യമാകുന്ന സൈറ്റുകൾ കിട്ടാതായത്. അപ്ഗ്രഡേഷന്റെ ഭാഗമായാണ് സൈറ്റ് ലഭ്യമല്ലാത്തത് എന്നാണ് പൊതുഭരണ വകുപ്പിന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും അതിതീവ്ര മഴയ്ക്ക് സാധ്യത. നാളെ 5 ജില്ലകളിലും മറ്റന്നാൾ 3 ജില്ലകളിലും റെഡ് അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട്. കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി. പഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ട്, ഹോം സ്റ്റേകളും സർവീസ് വില്ലകളും പ്രവർത്തിപ്പിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 2 മരണം. കൊടുങ്ങല്ലൂരിൽ മരം വീണ് സ്കൂട്ടർ യാത്രികനും കോഴിക്കോട് ആംബുലൻസ് തെന്നിമറിഞ്ഞ് വയോധികയും മരിച്ചു. കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. മരം മറിഞ്ഞു വീണ് നാശനഷ്ടങ്ങളുമുണ്ട്. കോഴിക്കോട് കനത്ത മഴയെ തുടർന്ന് ആംബുലൻസ് തെന്നിമറിഞ്ഞ് രോഗിയായ വയോധികയാണ് മരിച്ചത്. കുന്നമംഗലം കോട്ടപ്പറമ്പ് ഭാഗത്ത് വെച്ചായിരുന്നു അപകടം. പെരിങ്ങോളം സ്വദേശി 82 വയസ്സുള്ള ജാനകിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കളും ഡ്രൈവറും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പോഴങ്കാവിൽ കനത്ത മഴയിൽ മരം വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. കരുമാത്ര ബ്ലാഹയിലില്ലം മണികണ്ഠനാണ് മരിച്ചത്. എറണാകുളം തൃപ്പൂണിത്തുറയിൽ ഇടമ്പാടത്ത് വീടുകളിൽ വെള്ളം കയറി. ഇത് മെയിനായിട്ട് കോടതിയിൽ നിന്ന് വിധി വന്നിട്ട് ഇവിടെ പൈപ്പ് ഇട്ടേക്കുന്നതാണ്. തെക്കേ അറ്റത്ത് സുഖമായിട്ട് വെള്ളം പോയിക്കൊണ്ടിരുന്നതാണ്.
അപ്പോൾ പുതിയതായിട്ട് ആരോ വന്നിട്ട് ആ പൈപ്പ് അടച്ചു കളഞ്ഞു. അതിനുശേഷം വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് കയറി. നഗരസഭ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ചെയ്യാനില്ല, ഇങ്ങോട്ട് വരാറ് പോലും ഇല്ല കൺസർ ഇവരാരും. ശക്തമായ മഴയിൽ കോഴിക്കോട് ബീച്ച് പരിസരത്തും വ്യാപക വെള്ളക്കെട്ടാണ്. നിലമ്പൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം പൊട്ടി വീണു. തിരുവനന്തപുരം പെരിങ്ങമല കാമരാജ് നഗറിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. വീട് തകർന്നു. കാമരാജ് നഗർ സ്വദേശി ശാരദയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങു മറിഞ്ഞു വീണത്. ആർക്കും പരിക്കില്ല. ന്യൂസ് ഡെസ്ക് 24. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന സംസ്ഥാന ഘടകത്തിന്റെ നിലപാടിനെ പിന്തുണച്ച് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ. ഉപനേതൃസ്ഥാനം ആവശ്യപ്പെടാനുള്ള എല്ലാ യോഗ്യതയും സിപിഐക്കുണ്ട് എന്നാണ് ഡി രാജയുടെ പ്രതികരണം. ഭിന്നത ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുമെന്ന് LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ അറിയിച്ചു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യം നേടിയെടുക്കാൻ ദേശീയ നേതൃത്വത്തെ കൊണ്ട് ഇടപെടൽ നടത്താൻ CPI സംസ്ഥാന നേതൃത്വം ഇന്നലെ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യത്തെ പിന്തുണച്ച് ജനറൽ സെക്രട്ടറി രംഗത്തെത്തിയിരിക്കുന്നത്. Our party in Kerala has informed us the state unit of our party in Kerala is asking for the deputy leader position. Politically speaking, I don't find anything wrong in what our party in Kerala is asking for. ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായ CPIയുടെ മറ്റു നേതാക്കൾ ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യത്തിനൊപ്പമുണ്ട്. സഖാക്കളെ ജീവൻ കൊടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI. ആ പാർട്ടിക്ക് ആരുടെയും മുന്നിൽ അതിൻ്റെ അഭിമാനമോ അല്ലെങ്കിൽ അതിൻ്റെ അന്തസ്സത്തെയോ ഒന്നും പണയം വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സൂചിപ്പിച്ച ഈ വിഷയമെന്ന് പറയുന്നത് അത് അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് എന്താണെന്നുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും. മുന്നണിയിൽ ഭിന്നത രൂക്ഷമായിരിക്കെ വിഷയം തണുപ്പിച്ചെടുക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം. ഒരു പുതിയ ആവശ്യം ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അത്തരം പ്രശ്നങ്ങൾ CPM CPI സംഭാഷണത്തിലൂടെ പരിഹരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ലഭിക്കണമെന്ന ആവശ്യത്തിൽ CPI ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ആലോചനകൾ ഇന്നത്തെ CPIഎമ്മിന്റെ നേതൃയോഗങ്ങളിലുണ്ടാകും. 24 തിരുവനന്തപുരം. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ കർണാടകയിലെ DK ശിവകുമാർ മന്ത്രിസഭയിൽ പൊട്ടിത്തെറി. ബംഗളൂരു നഗരവികസന വകുപ്പ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് രാമലിംഗറെഡ്ഡി രാജിവെച്ചു. രാമലിംഗറെഡ്ഡിയുടെ രാജിക്ക് പിന്നാലെ മന്ത്രിമാരായ KH മുനിയപ്പ, KJ ജോർജ് എന്നിവരും വകുപ്പ് വിഭജനത്തിൽ അതൃപ്തി അറിയിച്ചു. മുഖ്യമന്ത്രി ചർച്ചകൾ വേഗത്തിൽ പരിഹരിച്ചെന്ന് ഹൈക്കമാൻഡ് പറയുമ്പോഴും സ്ഥാനമൊഴിഞ്ഞ സിദ്ധരാമയ്യ പക്ഷത്തിന് പുതിയ മന്ത്രിസഭയിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നാണ് മന്ത്രിമാരുടെ ആക്ഷേപം. നഗരവികസന വകുപ്പ് രാമലിംഗ റെഡ്ഡിക്ക് വാഗ്ദാനം ചെയ്തിട്ട് ഒടുവിൽ ಕೃಷ್ಣಬೈರ ಗೌಡಕ್ಕೆ നൽകിയത്. ഇതോടെ ഇടഞ്ഞു നിന്ന റെഡ്ഡി രാജി പ്രഖ്യാപിച്ചു. ಶಿವಕುಮಾರ್ ಅವರನ್ನು ಕೂಡ ನಾನು ಮಂತ್ರಿ ಮಾಡ್ಕೊಳ್ಳಿ ಅಂತ ಕೇಳಲಿಲ್ಲ, ಅಥವಾ ಸಿದ್ದರಾಮಯ್ಯನವರ ಹತ್ರ ಹೋಗಿ ನಾನು ಮಂತ್ರಿಮಂಡಲದಲ್ಲಿ ಸೇರಿಸಿ ಅಂತ ಹೇಳಲಿಲ್ಲ, ಅಥವಾ ಹೈಕಮಾಂಡ್ಗೆ ಹೋಗಿ ನನ್ನ ಮಂತ್ರಿ ಮಾಡಿ ಅಂತ ನಾನೇನು ಕೇಳಿರಲಿಲ್ಲ. ಮಾಡಿದ್ದಾರೆ, ಸಂತೋಷ. ಮತ್ತು ಅವತ್ತೇ ಶಿವಕುಮಾರ್ ಬೆಂಗಳೂರು ಪೋರ್ಟ್ಫೋಲಿಯೋ ನಿನಗೆ ಕೊಡ್ತೀನಪ್ಪ ಅಂತ ಹೇಳಿದರು. രാജിക്ക് പിന്നാലെ ബംഗളൂരു വെസ്റ്റ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും അംഗങ്ങളും രാജിവെച്ചു. തന്റെ സീനിയോറിറ്റി പരിഗണിക്കാതെയാണ് വകുപ്പ് വിഭജനം നടത്തിയതെന്ന് മന്ത്രി KH മുനിയപ്പ. ಖಾತೆ ಸರಿಯಾಗಿಲ್ಲ, ಸೀನಿಯಾರಿಟಿ ಮೇಂಟೈನ್ ಆಗಿಲ್ಲ. ರಾಮಲಿಂಗಾರೆಡ್ಡಿ 8 ಸಾರಿ, ನಾನು 8 ಸಾರಿಗೆ. ಈ ರೀತಿ 8, 7, 5, 6 ಅದನ್ನ സമത്വമായി നോಡಬೇಕಾಗಿದೆ. മുതിർന്ന അംഗങ്ങളുടെ ആവശ്യം ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ. വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥന് സ്ഥലമാറ്റം തന്നെ അറിയിക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് തീരുമാനിച്ചതിൽ മന്ത്രി KJ ജോർജും അതൃപ്തിയിലാണ്. ജാതി സമവാക്യങ്ങൾ വോട്ട് നിശ്ചയിക്കുന്ന കർണാടകയിൽ അധികാര തർക്കം മുറുകുമ്പോൾ 2028 തെരഞ്ഞെടുപ്പിൽ BJP രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമെന്നതിൽ സംശയമില്ല. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന സോണിയാഗാന്ധിയുടെ നിർദ്ദേശം മുഖ്യമന്ത്രി DK ശിവകുമാർ ഇനി എങ്ങനെ നടപ്പാക്കുമെന്നതിലാണ് ആകാംക്ഷ. ബംഗളൂരുവിൽ നിന്നും ജിജീന്ദ്രനൊപ്പം സജു ചാമക്കാലയിൽ 24. പാർട്ടി വിട്ട BJP തമിഴ്നാട് മുൻ അധ്യക്ഷൻ K അണ്ണാമലൈ പുതിയ രാഷ്ട്രീയ നീക്കവുമായി രംഗത്ത്. ഒരു സംഘടനയായി ആരംഭിച്ച് പിന്നീട് രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റും. തമിഴ്നാട്ടിലെ സാധാരണക്കാരന് വേണ്ടിയാണ് പുതിയ നീക്കമെന്ന് K അണ്ണാമലൈ പറഞ്ഞു. K അണ്ണാമലയ്ക്ക് പിന്നാലെ സോഷ്യൽ മൂവ്മെന്റുമായി രജനീകാന്തിന്റെ ഭാര്യ ലതയും രംഗത്തെത്തി.
ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പരിശോധനയിൽ അന്താരാഷ്ട്ര ലഹരി വിൽപ്പന സംഘത്തിലെ 2 പ്രധാന കണ്ണികൾ പിടിയിലായെന്ന് ആഭ്യന്തര വകുപ്പ്. പരിശോധനയിൽ 4 ദിവസത്തിനുള്ളിൽ 795 പേർ അറസ്റ്റിലായെന്നും 828 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ തൂഫാൻ ഇന്റലിജൻസ് എന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി. വിദേശത്തു നിന്ന് കേരളത്തിലേക്ക് ലഹരിമരുന്നെത്തിക്കുന്ന ഉറവിടത്തിലെ 2 കണ്ണികൾ പിടിയിലായത് വലിയ നേട്ടമെന്ന് ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തൽ. പന്തളത്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ നൈജീരിയൻ പൌരൻ സാമുവൽ ഡൽഹിയിൽ നിന്നും, പെരിനാട് രജിസ്റ്റർ ചെയ്ത കേസിൽ കർണാടക സ്വദേശി എൽസീന സെനറ്റൻ സൂസൻ ബംഗളൂരുവിൽ നിന്നും പിടിയിലായി. തൂഫാൻ ഇന്റലിജൻസ് എന്ന പേരിൽ ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ സംഘത്തെ നിയോഗിച്ചെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രഹസ്യവിവരങ്ങൾ പൊതുജനങ്ങൾക്ക് കൈമാറാൻ നമ്പറുകളും ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം ലഹരി വിൽക്കുന്നവർക്ക് കനത്ത മുന്നറിയിപ്പുമായി മന്ത്രി. എല്ലാവർക്കും ഞാനൊരു കാര്യം എല്ലാവരോടും ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന അവസാനിപ്പിക്കണം. സ്കൂളിൻ്റെ പരിസരത്തും സമീപ പ്രദേശങ്ങളിലെ കടകളിലും അത് വിൽക്കുന്ന ആളുകളെ കർശനമായി തന്നെ നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി 60 ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടികൂടി. കോഴിക്കോട് 8 ഗ്രാമിലേറെ MDMAയുമായി യുവാവ് അറസ്റ്റിലായി. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കൊച്ചി ചേരാനെല്ലൂരിൽ നിന്ന് 100 ഗ്രാം MDMA എക്സൈസ് പിടിച്ചെടുത്തു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കാറിൽ കടത്തുകയായിരുന്ന 1200 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കണ്ണൂർ കാവിൻമൂലയിൽ ബീഹാർ സ്വദേശിയിൽ നിന്ന് 2 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. പത്തനംതിട്ട റാന്നിയിൽ വീടിന് സമീപം കോഴിക്കൂട്ടിൽ നിന്ന് 43 ലിറ്റർ വിദേശമദ്യം പിടികൂടി. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ പ്രചരിച്ച കാഫിർ സ്ക്രീൻഷോട്ടിൽ അന്വേഷണം ആരംഭിച്ച SIT. സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിച്ചു എന്ന് കണ്ടെത്തിയ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണനെ ചോദ്യം ചെയ്യും. കേസിൽ ആദ്യം പ്രതിയായ MSF പ്രവർത്തകൻ മുഹമ്മദ് കാസിമിന്റെയും മൊഴിയെടുക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വൻ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതെച്ച സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം SP ഓഫീസിൽ ആദ്യ യോഗം ചേർന്നു. കേസിന്റെ മുൻകാല റിപ്പോർട്ടുകളും ഡിജിറ്റൽ തെളിവുകളും പരിശോധിക്കുന്നതോടൊപ്പം വരും ദിവസങ്ങളിൽ സ്വീകരിക്കേണ്ട അന്വേഷണ രീതികളെക്കുറിച്ചും യോഗത്തിൽ കൃത്യമായ രൂപരേഖ തയ്യാറാക്കി. സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിച്ചു എന്ന് കണ്ടെത്തിയ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യും. അതേസമയം മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയമായി പരിശോധിച്ചതിന്റെ പൂർണ്ണമായ ഫലം ലഭിച്ചിട്ടില്ല. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തുന്നത് അതീവ ദുഷ്കരമെന്ന് വടകര റൂറൽ SP T ഫറാഷ്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മനോഹരനാണ് അന്വേഷണ ചുമതല. വടകര സ്റ്റേഷനിലെ SHO ഉൾപ്പെടെ 7 പ്രമുഖ ഉദ്യോഗസ്ഥരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത്. അതേസമയം വ്യാജ സ്ക്രീൻഷോട്ട് ഇപ്പോഴും CPM നേതാവിന്റെ പേജിൽ സജീവമാണ്. CPIM പയ്യോളി ഏരിയ സെക്രട്ടറി MP ഷിബുവിന്റെ ഫേസ്ബുക്ക് പേജിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് ഇപ്പോഴുമുള്ളത്. 24 കോഴിക്കോട്. തിരികെ വാർത്തകളിലേക്ക്. നവകേരള യാത്രയ്ക്കിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ കേസിൽ ഗ്രേഡ് SIമാരുടെ നിർണായക മൊഴി. രേഖകൾ തിരുത്താൻ മേലുദ്യോഗസ്ഥൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് ADGP MR അജിത് കുമാറിന്റെ ഓഫീസിലെ SIമാർ SITക്ക് മൊഴി നൽകി. ഉത്തരവ് അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്നും കേസിൽ നേരിട്ട് ബന്ധമില്ല എന്നുമാണ് SIമാരുടെ വിശദീകരണം. SITക്ക് നൽകിയ മൊഴിയിലാണ് രേഖകൾ തിരുത്താൻ മേലുദ്യോഗസ്ഥൻ സമ്മർദ്ദം ചെലുത്തിയെന്ന 2 ഉദ്യോഗസ്ഥർ മൊഴി നൽകിയത്. ക്രമസമാധാന ADGPയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് SITക്ക് മൊഴി നൽകിയത്. മേലുദ്യോഗസ്ഥന്റെ ഉത്തരവ് അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്നും തങ്ങൾക്ക് കേസിൽ നേരിട്ട് ബന്ധമില്ല എന്നും SIമാർ മൊഴി നൽകി. ഇന്നലെയാണ് 2 ഉദ്യോഗസ്ഥരുടെ മൊഴി SIT സംഘം രേഖപ്പെടുത്തിയത്. ഗ്രേഡ് SIമാരായ ഗിരീഷ്, ശ്രീകാന്ത് എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. റഫർ റിപ്പോർട്ടിൽ തെളിവില്ല എന്ന് എഴുതി ചേർത്തു. പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ മർദ്ദന ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂവെന്ന് രേഖപ്പെടുത്തിയെന്നും മൊഴി. മർദ്ദനത്തിന് ശേഷം പോലീസ് പകർത്തിയ ദൃശ്യങ്ങളിൽ ക്രൂരമായി മർദ്ദിക്കുന്നതില്ല. ഇതോടെയാണ് തെളിവില്ല എന്ന് കാട്ടി മുൻ അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. 24 ആലപ്പുഴ. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിത വീണ്ടും ഹൈക്കോടതിയിൽ. മുൻ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കി പുതിയ സംഘം കേസ് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം വേണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവറാണ് നടിക്കായി ഹർജി നൽകിയത്. മുൻ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് റദ്ദാക്കണം. പകരം ഹൈക്കോടതി മേൽനോട്ടത്തിൽ പുതിയ SIT പുനരന്വേഷണം നടത്തണം. ആക്രമണ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയതിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണം. മെമ്മറി കാർഡ് കോപ്പി ചെയ്ത പെൻഡ്രൈവ് അടക്കം ലാബിലയച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും അതിജീവിത ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ വിചാരണ കോടതി അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു.
നടി ആക്രമിക്കപ്പെട്ട കേസിൽ 1-ാം പ്രതി പൾസർ സുനിയടക്കം 6 പ്രതികളെ 20 വർഷം കഠിന തടവിന് വിധിച്ചിരുന്നു. എന്നാൽ 8-ാം പ്രതിയായിരുന്ന നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. ഇതടക്കം ചോദ്യം ചെയ്ത സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതിക്ക് മുൻപാകെയുണ്ട്. 24 കൊച്ചി. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സമവായത്തിലേക്കെന്ന് സൂചന. കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് തർക്കഭൂമിയുടെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് 5 സെന്റ് സ്ഥലം നൽകണമെന്ന നിർദ്ദേശം സർക്കാർ ശങ്കരൻ നായരുടെ കുടുംബത്തിന് മുന്നിൽ വെച്ചു. ഇക്കാര്യത്തിൽ കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനം അറിയിക്കാമെന്ന് കുടുംബം വ്യക്തമാക്കിയതായി മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. ഈ കുടുംബങ്ങളെ പെരുവഴിയിലാക്കില്ല, അവർക്ക് കൃത്യമായ സൗകര്യമൊരുക്കും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ നിയമസഭയിൽ ഉൾപ്പെടെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ കുടുംബങ്ങളെ നമ്മൾ വരുവഴിയിലാക്കാത്ത രീതിയിൽ, എന്നാൽ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതി വിധിയുടെ സാഹചര്യത്തിൽ ഇത് രമ്യമായി പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ആഗ്രഹം. സർക്കാർ നിർദ്ദേശത്തെ പോസിറ്റീവായി കാണുന്നതായി സമരസമിതി നേതാക്കൾ പ്രതികരിച്ചു. തിങ്കളാഴ്ച വീണ്ടും യോഗം ചേരും. ഞങ്ങളെ സംബന്ധിച്ച് ആ പ്രദേശത്ത് തന്നെ അവിടെ തന്നെ താമസിക്കണമെന്നുള്ളതായിരുന്നു സമരസമിതിയുടെ ആവശ്യം. സർക്കാർ അത്തരത്തിലേക്കാണ് ഇപ്പോൾ ഒരു പ്രപ്പോസൽ, സർക്കാർ തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തിങ്കളാഴ്ച വീണ്ടും ഈ നിർദ്ദേശം, കാരണം ഇവരുടെ ഫാമിലി മെമ്പേഴ്സായിട്ടും വീണ്ടും നമുക്ക് ചർച്ച നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പം അത് ആലോചിച്ച് ഞങ്ങൾ തീരുമാനം എടുക്കാവുന്നതാണ്. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ പരോക്ഷമായി കുറ്റപ്പെടുത്തിയ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ കേരളത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന PB അംഗത്തിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ അവഗണനയെന്ന് പച്ചക്കുതിര മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വിനോദിനി പറഞ്ഞു. വിമർശനത്തോട് CPIM നേതാക്കൾ അകലം പാലിച്ചു. പച്ചക്കുതിര എന്ന മാസികയിലെ അഭിമുഖത്തിലാണ് വിനോദിനി ബാലകൃഷ്ണന്റെ തുറന്നുപറച്ചിൽ. കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം നേതൃത്വത്തിൽ നിന്നും പിന്നെയാരും ബന്ധപ്പെട്ടിട്ടില്ല. വലിയ നേതാക്കൾ സ്വന്തം പോക്കറ്റിലുള്ള ഫോണെടുത്തു പോലും സംസാരിക്കാത്ത സാഹചര്യമുണ്ടായി. ശുപാർശയൊന്നുമല്ലാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി ഒരു നേതാവിനെ പലതവണ ഫോണിൽ വിളിച്ചിട്ടും എടുത്തില്ല, തിരിച്ചു വിളിച്ചതുമില്ല. പിണറായി വിജയൻ വിളിച്ചാൽ ഫോൺ എടുക്കുകയും അപ്പോൾ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന ആളാണ്. താൻ ഉദ്ദേശിച്ചത് പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നേതാവിനെയാണെന്നും എം വി ഗോവിന്ദനെ സംശയനിഴലാക്കി വിനോദിനി ബാലകൃഷ്ണന്റെ വിമർശനം. പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയുള്ള തുറന്നുപറച്ചിലിൽ നേതാക്കളുടെ പ്രതികരണം ഇങ്ങനെ: ആരാണെന്ന് അറിയില്ല, ആരാണെന്ന് അറിഞ്ഞെങ്കിലല്ലേ പാർട്ടി കേന്ദ്രത്തിൽ അത് പരിശോധിക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പരാജയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കും. എനിക്കറിഞ്ഞൂടെ ഒന്നും ആരെയും അവഗണിക്കേണ്ട കാര്യം ഞങ്ങൾക്ക്. ഞാൻ ആരെയും അവഗണിക്കാറില്ല, അവരോട് ചോദിച്ചു നോക്ക്. പാർട്ടിക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് താനെന്നും അനാവശ്യ വിധേയത്വം താൻ കാണിക്കില്ലെന്നും വിനോദിനി ബാലകൃഷ്ണൻ ലേഖനത്തിൽ പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കീഴ്ഘടകങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾക്കിടെയാണ് മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ തന്നെ നേതൃത്വത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. 24 തിരുവനന്തപുരം. തനിക്ക് നേരെ വരുന്ന കല്ലുകൾ കൊണ്ട് കൊട്ടാരം പണിയുമെന്ന എഴുത്തുകാരി KR മീര. നോവൽ കലാച്ചിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് KR മീരയുടെ പ്രതികരണം. കലാച്ചി എന്ന നോവൽ തന്നെ സംബന്ധിച്ചിടത്തോളം കടുത്ത പരീക്ഷണമായിരുന്നു. നീണ്ടകാലത്തെ പരിശ്രമ ഫലമായിരുന്നു നോവൽ. ജൻസി ഭാഷയിൽ പറഞ്ഞാൽ താൻ ഏറിൽ നിൽക്കുന്ന കാലമാണെന്നും KR മീര പറഞ്ഞു. അനുകരണ വിവാദങ്ങളെ പറ്റി വല്ല വിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ അധിക്ഷേപിക്കപ്പെടുന്ന അവഹേളനത്തിന് വിധേയമാകുന്ന വാക്കുകളിൽ പുരുഷന്മാരുടെ പേരുകൾ കേട്ട് നമ്മളൊന്നും രാഹുലടി എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല. പക്ഷെ ദീപയടി എന്ന് പറയും. ദീപയടിയെ മീരയടി എന്ന് മാറ്റി പറഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അവൾക്ക് ആ കറുത്ത ബാഡ്ജ് മാറ്റി എൻ്റെ നെറ്റിയിലൊട്ടിക്കോ, എൻ്റെ പുറത്തൊട്ടിക്കോ, എൻ്റെ നെഞ്ചിലൊട്ടിക്കോ, എനിക്കൊരു ഭയവുമില്ല. എൻ്റെ വാക്കുകൾ, എൻ്റെ പുസ്തകങ്ങൾ എനിക്ക് വേണ്ടി സംസാരിച്ചു. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിൽ സ്വകാര്യ ഏജൻസി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഏജൻസി കൈവശം വെച്ച വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഡേറ്റ CBSEയുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് മാറ്റി. പുനർമൂല്യനിർണ്ണയം CBSE സ്വന്തം പോർട്ടലിൽ നടത്തും. വെബ്സൈറ്റിന് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ CBSE ഡൽഹി പോലീസിൽ പരാതി നൽകി. നിലവിളക്ക് കൊളുത്തിയതിൽ മുസ്ലിം ലീഗ് MLA ഫാത്തിമ തഹലിയെ തിരുത്തി സമസ്ത. അനിസ്ലാമിക ആചാരങ്ങൾ വർജിക്കണം എന്നാണ് ആഹ്വാനം. സമസ്ത മുശാവറ യോഗത്തിൽ വിഷയം ചർച്ചയായി. ഫാത്തിമ തഹലിയ പേരാമ്പ്രയിലെ റെസ്റ്റോറന്റ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തതാണ് വിവാദമായത്. ഇതര മതസ്ഥർ മതാചാരമായി നിർവഹിച്ചു വരുന്ന ചടങ്ങുകളും ആചാരങ്ങളും വർജിക്കണമെന്നാണ് കോഴിക്കോട് ചേർന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ യോഗത്തിന്റെ ആഹ്വാനം. നിലവിളക്ക് വിവാദം സംബന്ധിച്ച ചർച്ചയിലാണ് മുഷാവറ യോഗം നിലപാടെടുത്തത്.
പേരാമ്പ്രയിലെ റെസ്റ്റോറന്റ് ഫാത്തിമ തഹ്ലിയ MLA നിലവിളക്ക് കൊളുത്തിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതാണ് വിവാദത്തിന് വഴിവെച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് ചർച്ചയായിരുന്നു. ഇതിലാണ് ഇപ്പോൾ സമസ്ത തിരുത്തുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഫാത്തിമ തഹ്ലിയെ വിമർശിച്ച പ്രമുഖ ഇസ്ലാമിക് പണ്ഡിതൻ ഹുസൈൻ സലഫിയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും രംഗത്തെത്തിയിരുന്നു. അതേസമയം വിവാദത്തിൽ പരസ്യമായി പ്രതികരിക്കാൻ ഫാത്തിമ തഹ്ലിയ ഇതുവരെ തയ്യാറായിട്ടില്ല. 24 കോഴിക്കോട്. ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാവുകയാണ്. ഇനി പൊതുജനം കഴുതയിലെ സർ എന്ന പരിപാടി കാണാം. പ്രജൻസി കണ്ണൻ ചേരും. നമസ്കാരം.